ആ മോളെ ടി വി കാണണോ? പോയി കുളിക്കുക, കൊച്ചറങ്ങി നേരത്തെ പോയി കുളിക്കുക. അമ്മ എന്നിട്ട് തുണിയൊക്കെ മാറി അവിടെ ഇട്ടേ നമ്മൾ കഴിത്തിരുന്ന് എടുത്തോളൂ. ഇന്ന് 5 വരുന്നുണ്ടേ, പോയി ഭക്ഷണമൊക്കെ ഉണ്ടാക്കണ്ടേ. ആ 5 ഇന്നാണല്ലേ വരുന്നത്. എത്ര മണിക്ക് എത്തുക? അതൊന്നും അറിയാൻ മേല, എത്ര മണിക്ക് എത്തുന്നൊന്നും അറിയാൻ മേല. വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇത്തിരി നേരം കൊച്ചിട്ട് ഇരിക്കണം. അതുകൊണ്ട് പോയി കുളിച്ചിട്ടും തുണിയൊക്കെ ഇട്ടോ. അമ്മേ, ആ മോള് വന്നാ? കൊച്ചിനെ കൊണ്ടുവന്നില്ലേ? കൊച്ച് സ്കൂളിലേക്ക് പോയേ. അപ്പൊ ഇന്ന് അവന് പരീക്ഷയാണ്, അപ്പൊ വിടാണ്ടിരിക്കരുത് പറഞ്ഞിട്ട് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവനെ സ്കൂളിലേക്ക് വിട്ടു. വൈകുന്നേരത്ത് കൊണ്ടുവരും. ബസ്സിന് ഇവിടെ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ വൈകുന്നേരത്തേക്ക് വരും. അന്ന് അവിടെ ഇരിക്കും. അമ്മ വെള്ളം എടുത്തിട്ട് തരാം. ആ കുറച്ച് കൂടുതൽ എടുത്തോട്ടോ, എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. ഞാൻ മോള് വന്നാ വിളിച്ചിട്ട്. ഞാൻ അവള് വന്നിട്ട് ഞാൻ പോയി തുണിയൊക്കെ തിരുമട്ടേണ്ട. അമ്മയാണ് ഇപ്പോഴും അവളുടെ തുണിയൊക്കെ തിരുമ്പി കൊടുക്കണത്. അതിന് കൊടുക്കണമല്ലോ, പിന്നെ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? 10-90 ആയില്ലേ? ഇനി അവൾക്ക് ഒറ്റയ്ക്ക് പോയിട്ട് തിരുമ്പി കൂടെ? കൊച്ചിറങ്ങണ സമയത്ത് അവളുടേതായ തുണി തിരുമ്പുക, പിന്നെ അടുക്കളയിൽ എന്തെങ്കിലും സഹായിക്കാനൊക്കെ പറഞ്ഞൂടെ? ഇപ്പോഴും കൊച്ചമായിട്ട് തുണിക്കൊക്കെ ഇരിക്കുകയാണ് അവള്. കുഞ്ഞുള്ളതല്ലേ, അപ്പൊ അത് കുഞ്ഞിനായിട്ട് ചെയ്യണ്ടേ. അതാണ് ഞാനെല്ലാം ചെയ്ത് കൊടുക്കണത്. എല്ലാവരും കുഞ്ഞുള്ളത് തന്നെ. ഞാനും ഒരു 9 വയസ്സായില്ലേ അവന്. അപ്പൊ ഇതേപോലെ തന്നെയല്ലേ ഞാനും ഒറ്റയ്ക്ക് തന്നെയല്ലേ അവനെ നോക്കിയിരുന്നത്. പിന്നെ എന്താ ഇവിടെ മാത്രം ഇത്ര പ്രത്യേകത? അമ്മ വിചാരിക്കണ പോലെ അവളത്ര പാവമൊന്നുമല്ല. അവള് ചിലപ്പോൾ ഇങ്ങനെ പാവം കളിച്ച് നിൽക്കണത് ചിലപ്പോൾ അവളുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അവളുടെ അമ്മയ്ക്ക് ഇപ്പോൾ വയ്യാണ്ടിരിക്കല്ലേ. അപ്പൊ ഇങ്ങനെ പാവം കളിച്ച് നിന്നാൽ തന്നെ നിങ്ങളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് അവള് പാവം കളിച്ച് നിൽക്കണം. അത് കാര്യമാക്കി എടുക്കണ്ട. കാര്യമാക്കി എടുത്ത് അവളുടെ എല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വയ്യാണ്ടുമാകും. അവളോട് പറയും 90 കഴിഞ്ഞില്ലെങ്കിൽ നീറ്റിട്ട് അവനേതായ പണികളൊക്കെ അങ്ങോട്ട് ചെയ്യാൻ പറയും. കുട്ടിയുടെ തുണി തിരുമ്പലും ഭാരപ്പെട്ടത് ചെയ്യാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ. കുട്ടിയുടെ തുണി തിരുമ്പലും അടുക്കളപ്പണിയൊക്കെ അവൾക്ക് സഹായിക്കാനായിട്ടൊക്കെ വരാമല്ലോ. ഞാനെങ്ങനെ പറയാനാണ്? എനിക്കങ്ങനെ പറയാൻ തോന്നിയില്ല. എന്ത് തോന്നില്ല? ഇനിയിപ്പോൾ അനുഭവം കിട്ടിക്കഴിഞ്ഞാലേ പഠിക്കത്തുള്ളൂ. അല്ലെ എനിക്ക് പറഞ്ഞോളൂ. ഇനിയിപ്പോൾ അവൾക്ക് അത്ര വയ്യാന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ദിവസം അഞ്ജുവിൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ പോവാണ്. നീ ഒറ്റയ്ക്ക് നിൽക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പോയിക്കോ കുറച്ച് ദിവസം എന്ന് പറഞ്ഞിട്ട് പറയും. പണിയൊന്നും ചെയ്യാൻ വയ്യെങ്കിൽ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിന്നോളാൻ പറയും. അതെങ്ങനെ ഞാൻ പറയും? അവിടെ ചേച്ചി വന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വിടിയെന്നാ പറഞ്ഞത്. ഇനി ഞാൻ എങ്ങനെ പറഞ്ഞു? അത് അവിടെ ചേച്ചി ചിലപ്പോൾ കൊണ്ടുപോകാനൊന്നും ആവില്ല വന്ന് വിളിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ വിടിയാലെന്ന് പറഞ്ഞിട്ട് ഫോർമാലിറ്റിക്ക് വിളിച്ചതാണ് വന്നിട്ട്. നിങ്ങളെപ്പോഴേക്കും വേണ്ടാൻ അവളോട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ പിടിച്ചിരുത്തിയില്ലേ? അവർ കൊണ്ടുപോയിരുന്നില്ല. അവർ നോക്കിയാൽ അവർ ചെറുത് വന്നിട്ട് വിളിച്ചു. അവർ കൊണ്ടുപോകാനൊന്നും വിളിച്ചതൊന്നുമല്ല. ഇപ്പം എന്തായാലും അതൊന്നും നോക്കണ്ട. അവിടെ ചേച്ചിയോടാണെങ്കിലും അവളെ വിളിച്ചിട്ട് അവളോട് പറയുക, ചേച്ചിനെ വിളിച്ചിട്ടെന്ന് എന്നെ കൊണ്ടുപോകാൻ പറയുമെന്ന് പറയുക. ഒന്നും നോക്കണ്ട. ഇപ്പോൾ ഇനി 6 മാസം കഴിഞ്ഞാലും അവളെ നീറ്റിട്ട് എന്തെങ്കിലും പണി ചെയ്യുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇതിലങ്ങോട്ട് അവള് സുഖം പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവൾക്ക് ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും പണിയെടുക്കട്ടെ. ഓപ്പറേഷൻ ഒന്നും അല്ലായിരുന്നല്ലോ. പിന്നെ ഇപ്പം എന്താ പ്രശ്നം? ഓപ്പറേഷൻ കഴിഞ്ഞാലാണ് പിന്നെ 6 മാസം കൊണ്ട് ഇരിക്കണമെന്ന് പറയും. ഇതിന് നോർമൽ ഡെലിവറി ഇല്ലായിരുന്നു. അപ്പോൾ കുറേശ്ശൊക്കെ പണിയെടുക്കണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. ഇത് സുഖം പിടിച്ചാൽ നിങ്ങൾ ഇവിടെ കൊണ്ട് കഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.